ഹലോ ഡിയർ UPSC ആസ്പിറൻസ്, മൈസെൽഫ് മുഹമ്മദ് സഫാൻ. കഴിഞ്ഞ 8 വർഷമായിട്ട് UPSC സിവിൽ സർവീസിന്റെ ഫീൽഡിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. നമ്മളിന്ന് എമിനന്റ് IASന്റെ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സിലബസ് അറിയാതെ നമ്മൾ പഠിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്നവരും ഓൾറെഡി പ്രിപ്പറേഷൻ ചെയ്തിട്ട് നിങ്ങൾക്കൊരു റീസ്റ്റാർട്ടൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. സിലബസ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത്. നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ വളരെ ക്വിക്കായിട്ട് സിലബസ് എന്തൊക്കെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, സോ നമുക്കറിയാം UPSC സിലബസ് അല്ലെങ്കിൽ എക്സാമിനേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് സ്റ്റേജ് 1 പ്രിലിംസ് ആണ്. പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ പോലെ കാണുക. പ്രിലിംസ് കഴിഞ്ഞാൽ അടുത്ത് വരുന്നതാണ് റിട്ടൺ എക്സാമിനേഷൻ ആയിട്ടുള്ള മെയിൻ എക്സാമിനേഷൻ. മെയിൻ എക്സാമിനേഷന് വരുന്ന ശേഷമാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ഇന്റർവ്യൂ വരുന്നത്. അപ്പോൾ 3 സ്റ്റേജ് ഉണ്ട്, 1, 2, 3. അതിൽ പ്രിലിംസിന്റെ സിലബസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതിൽ തന്നെ നിങ്ങൾക്ക് പ്രിലിംസിൽ 2 പേപ്പർ ഉണ്ട്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 എന്നും പിന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 എന്ന് പറയുന്ന നമ്മുടെ സിസാറ്റും. ഓക്കെ, ഇങ്ങനെ 2 പേപ്പറുകളാണ് വരുന്നത്. ഇതിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 എന്ന് പറയുന്നത് 200 മാർക്സ്, അതായത് 100 ക്വസ്റ്റ്യൻസ് ഇൻറ്റു 2 എന്ന രീതിയിലാണ് വരുന്നത്. സിസാറ്റ് വരുന്നത് നിങ്ങൾക്ക് 200 മാർക്സ് തന്നെയാണ് വരുന്നത്, ബട്ട് 80 ക്വസ്റ്റ്യൻസ് ഇൻറ്റു 2.5. ഇതാണ് ബേസിക് ഐഡിയ. ഈ ബേസിക് ഐഡിയയിൽ നിന്നും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഒന്ന്, പേപ്പർ 1 200 മാർക്സ് പറഞ്ഞു, 2 മണിക്കൂർ ടൈം ഉണ്ടാകും. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പികൾ നമുക്ക് ആദ്യം ലിസ്റ്റ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7. അപ്പോൾ പ്രിലിംസിന് നിങ്ങൾക്ക് GSന് പഠിക്കാനുള്ളത് 7 ടോപ്പിക്കാണ്. ഒന്ന്, കറണ്ട് ഇവന്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് അഫേഴ്സ് ആണ്. ഇതിന് നമ്മൾ എടുക്കുന്ന ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ നിങ്ങൾക്ക് ദിവസവും ഇനി മുതൽക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സിന്റെ ഓരോ ടോപ്പിക്ക്, ആ ടോപ്പിക്കിന്റെ ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന രീതിയിൽ നമ്മൾ പഠിപ്പിച്ചു തരും. ഓക്കെ, ദെൻ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നമ്മുടെ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. വേൾഡ് ഹിസ്റ്ററി പഠിക്കാനില്ല, ഇന്ത്യൻ ഹിസ്റ്ററി ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇന്ത്യൻ ആൻഡ് വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ പോളിറ്റി ആൻഡ് ഗവേണൻസ്, അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വരും, പൊളിറ്റിക്കൽ സിസ്റ്റം, പഞ്ചായത്ത് രാജ്, പബ്ലിക് പോളിസി, റൈറ്റ്സ് ഇഷ്യൂസ്, ഇങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട തീമാറ്റിക് ടോപ്പിക്സും ഗവേണൻസിന്റെ ഭാഗമായിട്ടുള്ളതും വരും. ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പോവർട്ടി, ഇംഗ്ലീഷ്, ഡെമോഗ്രാഫിക്, സോഷ്യൽ സെക്ടർ ഇനീഷ്യേറ്റീവ്, എക്സെട്ര. ഇവിടെ കുറച്ചൊക്കെ എക്സെട്ര ഉണ്ട്, അത് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടൊക്കെ വരുന്നതാണ്. ജനറൽ ഇഷ്യൂസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി, ബയോഡൈവേഴ്സിറ്റി, ക്ലൈമറ്റ് ചേഞ്ച്, that do not require subject specialization. ഒരു ജനറൽ ഐഡിയ ഉണ്ടായാൽ മതി. ഇറ്റ്സ് കോൾഡ് ജനറൽ സ്റ്റഡീസ്. ഓക്കെ, ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ മതി. ദെൻ ജനറൽ സയൻസ് വരും, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് സിംപ്ലി വിളിക്കും, കാരണം ഇപ്പോൾ ടെക്നോളജി കുറച്ചുകൂടെ ഡിമാൻഡിങ് ആയതുകൊണ്ട്. ഇതാണ് നമ്മളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിലബസ്. ഇത് നമ്മൾ പറഞ്ഞു, ഇത് നമ്മുടെ GS1ന്റെ സിലബസ് ആണ്. GS1ന്റെ സിലബസ് ആണ് എന്നുള്ളതും പറഞ്ഞു. അപ്പോൾ സിലബസ് നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ട് ഉണ്ടാകണം. ഇത് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഈ സിലബസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, സിലബസ് മാത്രമുള്ള പേജ് ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ വീഡിയോക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഇതിന്റെ ചാനൽ ലിങ്ക് കാണാൻ വേണ്ടി പറ്റും. എമിനന്റ് IASന്റെ അതിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. മൂവിങ് ഫോർവേഡ്, നമ്മൾ പേപ്പർ 2നെ കുറിച്ച് പറയാം. പേപ്പർ 2നെ കുറിച്ച് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, പേപ്പർ 2 ഞാൻ ഓൾറെഡി പറഞ്ഞു, അതെന്താണ്? സിസാറ്റ് ആണ്, സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. 200 മാർക്ക്, 2 മണിക്കൂറുള്ളത്, പക്ഷേ 80 ക്വസ്റ്റ്യൻസ് ഇൻറ്റു 2.5. ഈ ഒരു ജനറൽ ഐഡിയ നമുക്ക് വേണം. ഈ ജനറൽ ഐഡിയ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതിലെ ടോപ്പിക്സ് 1, 2, 3, 4, 5, 6, 7, അഗെയിൻ 7. പക്ഷേ ഈ 7 ആണെങ്കിലും നമുക്ക് ഇതിനെ സിമ്പിളായിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. എപ്പോഴും സിസാറ്റ് എന്ന് പറയുന്നതിനെ സിമ്പിളായിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. ഒന്ന്, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ഉള്ളത് കൊണ്ട് ഇംഗ്ലീഷ് എന്ന് എഴുതി വെക്കാം, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ. രണ്ടാമത്തത് നിങ്ങൾക്ക് വരുന്നത് കുറച്ച് മാത്തമാറ്റിക്കൽ ഓർ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. മൂന്നാമത്തത് കുറച്ച് റീസണിങ്. ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ടി പറ്റും. നമുക്ക് തന്നിരിക്കുന്ന യഥാർത്ഥ സിലബസ് ഒന്ന് വായിച്ചു നോക്കാം. കോംപ്രഹെൻഷൻ, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ആണ്. ദെൻ ഇന്റർപേഴ്സണൽ സ്കിൽസ് ഇൻക്ലൂഡിംഗ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലോജിക്കൽ റീസണിങ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി, decision making and problem solving, general mental ability, basic numeracy, English language.
ഓക്കെ, ഇതിൽ ബേസിക് ന്യൂമറസിയും ഇംഗ്ലീഷ് ലാംഗ്വേജും ക്ലാസ് 10th ലെവൽ മതി എന്ന് ഇവർ പറയുന്നുണ്ട്. പക്ഷേ ഒന്നുകൂടെ വായിക്കാം. നോട്ട് 1 ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രഹെൻഷൻ സ്കിൽസ് ഓഫ് ക്ലാസ് 10 ലെവൽ. ഓക്കെ, ഇത് ഇവരെടുത്തെടുത്ത് പറയുന്നുണ്ടെങ്കിലും കുറച്ച് വർഷങ്ങളായിട്ടുള്ള UPSCയിലെ ഈ ഒരു സിലബസിൻ്റെ അല്ലെങ്കിൽ PYQs എടുത്ത് നോക്കുന്ന സമയത്ത് 10th കഴിഞ്ഞ് +2 കഴിഞ്ഞ് IIT ലെവലിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാനും പറ്റും. കുറേ ആൾക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ UPSC ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ചോദിക്കുമ്പോൾ കുറച്ച് കട്ടി കൂടുന്നുണ്ടെങ്കിലും UPSC ഓൾറെഡി സെറ്റ് ദിസ് പേപ്പർ ഈസ് എ ക്വാളിഫൈങ് പേപ്പർ. നിങ്ങൾക്ക് വേണ്ടത് ഒരു 66.6% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നിരിക്കുന്ന 80 ക്വസ്റ്റ്യൻസും നമുക്ക് എഴുതണമെന്നില്ല. ഓക്കെ, അത് ഫുൾ എഴുതണമെന്നില്ല. യു ക്യാൻ ഡു ഓർ യു ക്യാൻ ചൂസ് അതർ ക്വസ്റ്റ്യൻസ് ആസ് വെൽ. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇതാണ് സിലബസ് എങ്കിലും നിങ്ങളുടെ അപ്രോച്ച് എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി വെരി സിമ്പിൾ ആൻഡ് ഈസിയർ. ഇതാണ് ബേസിക് ഐഡിയ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. നൗ പാർട്ട് ബിയിൽ വരുന്നതാണ് നമ്മുടെ മെയിൻ എക്സാമിനേഷൻ അല്ലെങ്കിൽ മെയിൻസ് എന്ന് പറയുന്നത്. മെയിൻസിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ആസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ കാര്യങ്ങൾ നോക്കി എസ്എ പേപ്പർ 2 എന്ത്, ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 എന്ത് വരുന്നു, ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദിസ് വി ക്യാൻ ഡിസ്കസ് ഇൻ അനദർ വീഡിയോ. ഇത് നമുക്ക് പിന്നീട് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എനിഹൗ നിങ്ങൾക്ക് ഈ ഒരു PDF ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന എമിനന്റ് IASന്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് ഈ PDF കിട്ടും. ഇറ്റ്സ് അറൌണ്ട് 4 pages, ഫുൾ സിലബസ് അടങ്ങിയിട്ടുള്ള 4 pages ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ഡിസ്കഷൻ. Okay, see you in the next video. Thank you.